സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് വീടിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എല്ലാ സീസണിലും നടക്കുന്ന പോലത്തെ ഒരു കാര്യം തന്നെയാണ് ഈ സീസണിലും നടന്നിട്ടുള്ളത്. എല്ലാ സീസണിലും നോമിനേഷൻ ചെയ്യുമ്പോൾ ഒരാളെയാണ് പോവുക. 10ാം ആഴ്ച എത്തുമ്പോൾ എല്ലാ സീസണിലും ഇതേപോലെ തന്നെ 3 പേരെയൊക്കെ കൺഫ്യൂഷൻ റൂമിലോട്ട് കയറ്റി വിടും. എന്നിട്ട് തർക്കിക്കും. ഞാൻ നോമിനേറ്റ് ആയിക്കോളാം എന്ന് സമ്മതിക്കേണ്ട ഗതിയിലോട്ട് തർക്കിച്ചെത്തിക്കണം എന്നതാണ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. ആ ടാസ്ക് പ്രകാരം എല്ലാവരും കൺഫ്യൂഷൻ റൂമിലോട്ട് പോകുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകുമാണ്. ഇവര് തമ്മിൽ തർക്കിച്ച് ഭയങ്കര മോശം അവസ്ഥയിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അവര് നല്ല ഡീസന്റ് ആയിട്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയിന്റ്സ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അഭിഷേകിന് വേണമെങ്കിൽ ജാസ്മിന് പൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് കയ്യിൽ ഉണ്ടായിരുന്നു. ഗബ്രിയുടെ കാര്യം ലാസ്റ്റ് തീരാൻ നേരത്താണ് ഒരു ചെറുതായിട്ടൊരു കാര്യം എടുത്തിട്ടത്. അത് വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് ജാസ്മിനെ പൂട്ടി ജാസ്മിനെ നോമിനേറ്റ് ചെയ്ത് അഭിഷേക് രക്ഷപ്പെടുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും അഭിഷേക് ചെയ്തില്ല. ഒരു ഡീസന്റ് രീതിയിൽ തന്നെ അലമ്പുണ്ടാക്കാണ്ട് ഒരു നോർമൽ രീതിയിൽ തന്നെ ഈ ഗെയിം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി തന്നെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇവര് രണ്ടുപേരും. അതേ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ തർക്കിച്ച് വിട്ടുകൊടുക്കരുത്. ഒരാൾ ജയിക്കണം, അത്രയ്ക്ക് ആ രീതി വരെ നിങ്ങൾ തർക്കിക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പൊ അത്രയും നേരമൊന്നും ഇവരിങ്ങനെ തർക്കിച്ചില്ല. ഒരു ഡീസന്റ് ആയിട്ടുള്ള രീതിയിൽ ഇവർ തർക്കിച്ച് ആ ഫൈറ്റ് അല്ലെങ്കിൽ ആ നോമിനേഷൻ നിർത്തിയ ഒരു മട്ടാണ് ഇപ്പൊ ലൈവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അടുത്തത് ഇനി ആരാ നോമിനേറ്റ് ആകാൻ പോകുന്നത്, ആരൊക്കെയാണ് തർക്കിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.